നമസ്കാരം. കഴിഞ്ഞ കുറേയേറെ മാസങ്ങളായി ആളൊഴിഞ്ഞ കസേരയായി ഒരു അനാഥമായി തന്നെ കിടക്കുന്ന BJP ദേശീയ അധ്യക്ഷന്റെ സ്ഥാനത്തേക്ക് പുതുതായിട്ട് ഇരിപ്പുറപ്പിക്കുന്ന വ്യക്തി അത്ര നിസ്സാരക്കാരനായിരിക്കില്ല. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പല ദേശീയ കോണുകളിൽ നിന്നും ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ട് സ്ഥാനക്കയറ്റം ലഭിച്ചതോടെയാണ് മുൻ അധ്യക്ഷനായിട്ടുള്ള JP നദ്ദ കസേരയിൽ നിന്നും പടിയിറങ്ങിയത്. പിന്നീടാകട്ടെ ഒരു ദേശീയ അധ്യക്ഷനെ ആ കസേരയിൽ ഇരുത്തുവാൻ അവരെ കൊണ്ട് ഇതുവരെ ആയില്ല. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന പല റിപ്പോർട്ടുകൾ പ്രകാരം പുതിയ ദേശീയ അധ്യക്ഷൻ വരുന്നതോടുകൂടി പല കേന്ദ്രമന്ത്രിമാരുടെയും കസേര തെറിക്കും എന്നുള്ളതാണ്. അതായത് പുതിയ ദേശീയ അധ്യക്ഷനെ ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി പ്രഖ്യാപിക്കുന്നതിന് പിന്നാലെ തന്നെ കേന്ദ്ര മന്ത്രിസഭാ വികസനവും പുനഃസംഘടനയും ഉണ്ടായേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. NDA സഖ്യകക്ഷികളായിട്ടുള്ള NCP, ശിവസേന, JDU തുടങ്ങിയവർക്ക് കേന്ദ്ര മന്ത്രിസഭയിൽ സ്ഥാനം ലഭിച്ചേക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ വരുന്നത്. മുൻ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള മനോഹർ ലാൽ ഖട്ടർ, അതോടൊപ്പം തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ, ഭൂപേന്ദ്ര യാദവ് തുടങ്ങിയവരുടെ പേരുകളാണ് BJP ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. ഈ വിഷയത്തിൽ അടുത്തയാഴ്ച BJP RSSന്റെ കൂടി അഭിപ്രായം ആരാഞ്ഞേക്കും. ഈ ആഴ്ച അവസാനത്തോടെ സംസ്ഥാനങ്ങളിലെ പുനഃസംഘടനാ പ്രക്രിയകൾ പൂർത്തീകരിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ BJP നേതൃത്വം. പുതിയ ദേശീയ അധ്യക്ഷന്റെ പേര് പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ട് അവശേഷിക്കുന്ന 4-5 സംസ്ഥാനങ്ങളിലെ പുതിയ അധ്യക്ഷന്മാരുടെ പേര് കൂടി പാർട്ടി ഉടൻ തന്നെ പ്രഖ്യാപിച്ചേക്കും. അതിൽ പ്രധാനമായിട്ട് UP, കർണാടക, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലാണ് അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കാനുള്ളത്. മഹാരാഷ്ട്രയിലെ വലിയ വിജയത്തിന് പിന്നാലെ ക്യാബിനറ്റിൽ മികച്ച സ്ഥാനം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് NCPയും അതോടൊപ്പം തന്നെ ശിവസേനയും. അതേപോലെ തന്നെ ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഉപേന്ദ്ര കുഷ്വാഹയെ പോലെയുള്ളവരെ BJP കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് സൂചനകൾ. കേന്ദ്ര മന്ത്രിസഭാ വികസനവും പുനഃസംഘടനയും 3ാം മോദി സർക്കാരിൻ്റെ ആദ്യ വാർഷികത്തോടനുബന്ധിച്ചാകും നടക്കുക. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ അടുത്ത ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾക്കും ഇതോടെ തുടക്കമാകും. BJP ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് 50% സംസ്ഥാനങ്ങളിലും സംഘടനാ തെരഞ്ഞെടുപ്പ് അനിവാര്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ചതിനെ തുടർന്നാണ് പുനഃസംഘടനയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ ഒരു സന്ദർശനത്തിന് ഔദ്യോഗികമായിട്ട് പ്രത്യേകതയൊന്നുമില്ലെങ്കിൽ പോലും അതേ ദിവസം വൈകുന്നേരമാകട്ടെ പാർട്ടി അധ്യക്ഷനായിട്ടുള്ള JP നദ്ദയുടെ വസതിയിൽ BJP നേതാക്കളുടെ ഉന്നതതല യോഗം ചേരുകയുണ്ടായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉൾപ്പെടെയുള്ളവരും ഈ ചർച്ചകളിൽ പങ്കെടുത്തതായിട്ടാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ആകെ മൊത്തത്തിൽ BJPയിൽ മാത്രമല്ല മറിച്ച് മന്ത്രിസഭയിലും ഒരു അഴിച്ചുപണി നടത്തുവാനാണ് ഇപ്പോൾ കൂടുതലും സാധ്യത. ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിലും അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന തമിഴ്നാട്, കേരളം, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലും ഓരോ കേന്ദ്രമന്ത്രിമാരെ നൽകിക്കൊണ്ട് സുഖിപ്പിച്ച് നിർത്താനുള്ള നീക്കങ്ങൾ തന്നെയാണ് BJP ഇപ്പോൾ അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രിസഭയിലും അഴിച്ചുപണി നടത്തുന്നതും ഇതിൻ്റെയൊക്കെ മുന്നോടിയായി തന്നെയാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.